നീ ഇത് മനഃപൂർവ്വം ചെയ്യിച്ചതാ. പക്ഷേ അതിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടില്ല. എന്റെ പൊന്നു മോനെ, വീണ്ടും നീ ഇങ്ങനെ പറയല്ലേ. കോടികളാ വെള്ളത്തിൽ കിടക്കുന്നത്. നീൽ, നിങ്ങളുടെ വീട്ടിലുള്ള വഴക്കും വൈരാഗ്യമൊക്കെ നിങ്ങൾ എന്തിനാണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്? ഇവിടെ നിങ്ങൾ 2 കഥാപാത്രങ്ങൾ മാത്രമല്ലേ? ബോബിജയ, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ സീൻ അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ അഭിനയിക്കണമെങ്കിൽ ഈ സീൻ മാറ്റി എഴുതിയേ പറ്റൂ. എന്നിട്ട് എന്നെ വിളിക്കുക. വേദമോളെ, നമ്മളിനി എന്നാ ചെയ്യും? ഓ, ആ ഡയറക്ടർക്ക് സീൻ മാറ്റാൻ കണ്ട നേരം. വേദേ, നിന്റെ നിർബന്ധം കൊണ്ടാ ഇങ്ങനെ ഒരു സീൻ എഴുതി ചേർത്തത്. ഇത് വേണായിരുന്നോ? ഡേസി പേടിക്കണ്ട, നീൽ ഈ സീനിൽ അഭിനയിച്ചിരിക്കും. എന്താ അതിനുറപ്പ്? ഇവിടെ നിൽക്കുന്ന ഈ ഞാൻ തന്നെ അതിനുറപ്പ്. നീൽ അഭിനയിച്ചിരിക്കും. ഫോൺ. ഹലോ ഹലോ വേദേ, എന്തായി? നിന്റെ ഏട്ടൻ ഇവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്ത് പ്രശ്നം? ക്ലൈമാക്സ് സീനിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അത് ചെയ്യാൻ പറ്റില്ലെന്നാ നീല് പറയുന്നത്. അപ്പുറത്ത് അഭിനയിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് മാറിയിരിക്കുന്നുണ്ട് നിന്റെ ഏട്ടൻ. അപ്പൊ നീ നീലിനെ ശരിക്കും വെട്ടിലാക്കിയല്ലേ? ആട്ടെ, എന്ത് മാറ്റങ്ങളാ നീ വരുത്തിയത്? ക്ലൈമാക്സില് നീൽ എന്നെ കെട്ടിപ്പിടിച്ചുമ്മ വെക്കുന്ന സീന. ഓഹോ, അതാ നീല് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കൊള്ളാം. നിന്നെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യം ഉണ്ടാവും നീലിന്. അത് ഞാൻ ആ മുഖത്ത് കാണുന്നുണ്ട്. ആട്ടെ, ഇനി എന്താ നിന്റെ പ്ലാൻ? നീല അഭിനയിക്കുമെന്ന് വേദയ്ക്ക് തോന്നുന്നുണ്ടോ? നീലിനി രക്ഷയില്ല ഗൗരി. ഞാൻ മാറ്റി എഴുതിച്ച കഥയ്ക്കനുസരിച്ച് നീല അഭിനയിച്ചേ മതിയാവൂ. ഇതറിയുമ്പോഴേ ആനക്കുട്ടിക്ക് വലിയ സന്തോഷമായിരിക്കും. വേദ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അഭിനയിക്കുന്നതേ അവക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? എന്തായാലും നീ ഈ കാര്യം അവളെ ഒന്ന് അറിയിച്ചേക്ക്. അവളൊന്ന് സന്തോഷിക്കട്ടെ. അത് ഞാൻ ഇപ്പൊ തന്നെ ഏറ്റു. അവളുടെ മുഖം എനിക്ക് നേരിട്ടൊന്ന് കാണണം. ഓക്കെ ശരി, വേദ വെച്ചോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ. നീലിനെ കൊണ്ട് ഓരോന്ന് പറഞ്ഞു ചെയ്യിച്ചിട്ട് നീ ഇവിടെ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണെന്ന് പറഞ്ഞു നിന്നോ? അല്ലെങ്കിലും എല്ലാവർക്കും പണി കൊടുത്തിട്ട് മാറി നിന്ന് ആസ്വദിക്കുന്നതാണല്ലോ ശീലം. ഞാൻ ആർക്ക് പണി കൊടുത്തെന്നാ നീ പറയുന്നത്? ഞാൻ ഇതുവരെ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല. പിന്നെ എന്റെ പിന്നാലെ നടന്നിങ്ങനെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന നിന്നോട് പോലും ഞാൻ നിത്യശത്രുതയോട് പെരുമാറിയിട്ടുമില്ല. അതൊക്കെ നിന്നെ പോലുള്ളവരുടെ ജോലിയാ. അത് കൊള്ളാം. എന്നിട്ടാണോ നീല അഭിനയിക്കില്ലാന്നും പറഞ്ഞ് ലൊക്കേഷനിൽ പിണങ്ങി മാറി നിൽക്കുന്നത്? ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നീ ഇപ്പൊ വിചാരിക്കുന്നത്. സംശയിക്കണ്ട, വേദ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞത്. വേദയെ തൊട്ട് അഭിനയിക്കരുതെന്ന് നീ പറഞ്ഞിരുന്നു പോലും. ലൊക്കേഷനിൽ ഇപ്പേ ഷൂട്ട് നിർത്തി വെച്ചിരിക്കുക നീല് കാരണം. അയ്യോ, എന്നെ നോക്കി പേടിപ്പിക്കണ്ട. അറിഞ്ഞ കാര്യം ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലാതെ വേദ പറഞ്ഞു വിട്ടിട്ട് വന്നതല്ല നീ, അല്ലേ? എടി, പശു വാല് പൊക്കുമ്പോഴേ അറിയാം അതെന്തിനാണെന്ന്. പിന്നെ ഏട്ടൻ അത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ഏട്ടന് നല്ലതുപോലെ തിരിച്ചറിയാം. ഏട്ടൻ വേദയെ തൊട്ട് അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണവും കാണും. അതിൽ ഞാൻ ഇടപെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് നീ വേദയെ വിളിച്ച് പറഞ്ഞേക്ക്. അവളൊരു ന്യൂസും കൊണ്ട് വന്നിരിക്കുന്നു. ഓ, അത് ശരി. അപ്പൊ ഞാൻ വന്ന് പറഞ്ഞതാ കുറ്റം. വേണ്ട,
നീലിന്റെ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ എനിക്കെന്താ നഷ്ടം? ഞാൻ എന്റെ പാട് നോക്കി അങ്ങ് പോയേക്കാം. ഇക്കാലത്ത് ഒരാളെ സഹായിക്കാൻ 2 വാക്ക് പറയുന്നത് പോലും അബദ്ധമാ. ഓ, നമ്മളില്ലേ, നീയായി നിന്റെ ഭർത്താവായി. നീല സിനിമയിൽ അഭിനയിച്ചാലും ഇല്ലെങ്കിലും എനിക്കെന്തുവാ? ഞാൻ പോയേക്കാം. അയ്യോ, ഇവള് പറഞ്ഞത് ശരിയായിരിക്കോ? ഏട്ടൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സീനായിരിക്കും. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ സ്വാതി. ആ ഏട്ടാ, അവിടെ ഷൂട്ടിംഗ് നിർത്തി വെച്ചിരിക്കുകയാണോ? അതും ഏട്ടൻ കാരണം? ഇവിടെ നടക്കുന്ന കാര്യം നിന്നോട് ആരാ പറഞ്ഞേ? അതൊക്കെ അറിയിക്കാനുള്ള ആളുകളൊക്കെ എനിക്കവിടെ ഉണ്ട്. ചില ചാര വനിതകളെയൊക്കെ ഞാൻ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അവരെനിക്ക് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓ, അത് ശരി. ആ വേദയാണോ നിന്റെ ചാര വനിത? അതെ. അവളിപ്പോ ഗൗരിയെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞത്ര. എന്താ ഏട്ടാ പ്രശ്നം? അന്നത്തെ പോലെ ഞാൻ വന്നവളെ കൈകാര്യം ചെയ്യേണ്ടി വരുമോ? ഏയ്, അത്രയ്ക്കൊന്നുമില്ല. കഥയില് ഞാൻ അറിയാതെ വേദ ഇടപെട്ട് ചില മാറ്റങ്ങൾ വരുത്തി. ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ഒരു സീൻ, അതും ഞാൻ അറിയാതെ അവൾ പ്ലാൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊന്നും അറിയണമല്ലോ. ആ സീൻ അഭിനയിക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഡയറക്ടറോട് പറഞ്ഞു. ഏട്ടൻ എന്ത് മണ്ടത്തരയി കാണിക്കുന്നേ? ഈ സിനിമ ഇത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യേണ്ടത് ഏട്ടന്റെ ആവശ്യമാ. സിനിമയില് അവള് പറഞ്ഞെന്ന് കരുതി ഡയറക്ടർ വെറുതെ അങ്ങനെ ഒരു സീൻ ചേർക്കുന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? സിനിമയ്ക്കത് നല്ലതായതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ ഒരു സീൻ വെച്ചത്. അതുകൊണ്ട് എന്റെ മോൻ പോയി അഭിനയിക്കാൻ നോക്ക്. സിനിമയിലെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും ഒന്നും വേദയല്ലല്ലോ, ആ കഥാപാത്രത്തെ അല്ലേ. അങ്ങനെ ചിന്തിച്ചാ മതി. അല്ല സ്വാതി, ഇവള് മനഃപൂർവ്വം. ഏട്ടാ, ഒരുപാട് പേരുടെ സ്വപ്നോ ഒരു സിനിമ. ഏട്ടൻ പോയി അഭിനയിക്കുക. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ചെല്ലേട്ടാ. ശരി, ഇനി നീ പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്ന് വേണ്ട. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ? ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? ഇനി എന്ത് തന്നെ സംഭവിച്ചാലും സീനിൽ കോംപ്രമൈസ് ചെയ്യുന്ന പരിപാടിയില്ല. സാർ, ഇതാ നീല് വരുന്നുണ്ട്. സർ, ഞാൻ റെഡിയാണ്. നമുക്ക് തുടങ്ങാം. ആ, ഇരിക്കെ. അപ്പോ തന്റെ പിണക്കൊക്കെ മാറിയോ? അതൊന്നും സാരമില്ല സർ. ഇത് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയല്ലേ. താൻ ഈ പറഞ്ഞത് സത്യം. ഇത് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയാ. എടോ, വേദ അങ്ങനൊരു അഭിപ്രായം പറഞ്ഞു എന്നത് നേരാ. പക്ഷെ ആലോചിച്ചപ്പോ ആ സീൻ നമ്മുടെ സിനിമയ്ക്കുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ ആ അഡീഷണൽ സീൻ ചേർത്തത്. അല്ലാതെ വേദ പറഞ്ഞതുകൊണ്ടോ തൻ്റെ ശത്രുപക്ഷത്ത് നിന്നതുകൊണ്ടോ അല്ല ഞാൻ അങ്ങനൊരു സീൻ എഴുതി ചേർത്തത്. സോറി സർ. എനിക്ക് പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു. ഐ എം സോറി. ഐ എം എക്സ്ട്രീംലി സോറി സർ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഞാനൊന്ന് ടച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ. ഒന്നും നേരെ നിന്നിട്ടില്ല. അതിനുമുമ്പാ ഇവന്റെയൊക്കെ ജാട.
റെഡി റെഡി ക്യാമറ റോൾ റോളിംഗ് സാർ. സൗണ്ട് ആക്ഷൻ. Cut it. ഏട്ടത്തി, ഏട്ടൻ വിളിച്ചായിരുന്നോ? എന്തായി ലൊക്കേഷനിലെ കാര്യങ്ങള്? നന്ദിനി, തൊട്ടു മുമ്പേ ഒന്ന് മയങ്ങിയപ്പോ ഞാനൊരു ദുസ്വപ്നം കണ്ടു. ദുസ്വപ്നോ? ആ, അതെ. ഏട്ടനും ആ വേദയും കൂടെ വല്ലാണ്ടങ്ങ് ഇഴുകി ചേർന്നു. എന്റെ സമാധാനം പോയി നന്ദിനി. വേദയോ? എടുക്ക്. ഏട്ടനെ ഒറ്റയ്ക്ക് അടുത്ത് കിട്ടിയപ്പോഴുണ്ടായ സന്തോഷം കൊണ്ടായിരിക്കും. നീ എന്താ സ്വാതി, എന്റെ ഫോൺ കാത്തിരുന്നത് പോലെ ഉണ്ടല്ലോ. നിനക്കവിടെ സമാധാനം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. നീലിനെ ഒറ്റയ്ക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി തന്നെയാ ഭാനുമതി അമ്മയെ കൊണ്ട് ഞാൻ നിന്റെ വരവ് മുടക്കിച്ചത്. എടി, ഞാൻ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും എന്റെ ഏട്ടന്റെ മുന്നിൽ ഒന്ന് ചെന്ന് നിൽക്കാൻ പോലും നിനക്ക് കഴിയില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അടുത്തെടുക്കാൻ പോകുന്ന സീൻ എന്താണെന്ന് അറിയാമോ നിനക്ക്? ഏത് സീനായാലും അത് അഭിനയമല്ലേടി. എനിക്കതിൽ ഒരു കുഴപ്പമില്ല. ഇല്ലേ? എന്നാ നീ കേട്ടോ, നീൽ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന സീനാ ഇനി എടുക്കാൻ പോകുന്നത്. എന്താടി, നിന്റെ ജീവൻ ഇപ്പൊ തന്നെ പോയോ? ഹലോ, നീ ഫോൺ വെച്ചിട്ട് പോയോടി? ഞാൻ പറഞ്ഞത് കേട്ട് നീ ഇപ്പൊ ചത്തതുപോലെ ആയി കാണൂന്ന് എനിക്കറിയാം. ഇതേ ഞാൻ പ്രത്യേകം പറഞ്ഞെഴുതിച്ച സീന. ഇതാ ഇനി എടുക്കാൻ പോകുന്നത്. നിന്റെ മനസ്സിലിപ്പോ ഒരു വെടിക്കെട്ടിന് തീ പിടിച്ച് കാണുമെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ശരി, ആ സീൻ എടുത്തു കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കാം. സിനിമയിലാണെങ്കിലും എന്റെ നീലിന്റെ മാറിൽ ചേർന്ന് നിൽക്കാൻ എനിക്കൊരവസരം കിട്ടിയതല്ലേ. അതും എത്രയോ നാളിന് ശേഷം. എന്റെ നീൽ എന്റെ തൊട്ടടുത്ത്, ഞാൻ ആഗ്രഹിച്ച രൂപത്തിൽ. അപ്പൊ ശരി, ബൈ. എന്തായിട്ട് എന്തു പറ്റി? അവളെന്താ പറഞ്ഞേ? അടുത്ത സീനിനെ കുറിച്ച് പറയാൻ അവള് വിളിച്ചത്. അതാണോ? അതെന്താ ഇത്രയ്ക്ക് വിളിച്ചു പറയാൻ? അടുത്തതേ ഏട്ടൻ അവക്ക് ഉമ്മ കൊടുക്കുന്ന സീനാണത്രേ. അവള് ചുമ്മാ ഏട്ടത്തെ ഞെട്ടിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. അല്ല നന്ദിനി, അങ്ങനൊരു സീനിപ്പോ ഈ സിനിമയിലുണ്ട്. ഏട്ടൻ അത് ചെയ്തേ പറ്റൂ. അഭിനയമാണെങ്കിലും അവള് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോ ഏട്ടൻ എങ്ങനെ പ്രതികരിക്കുന്ന എന്റെ പേടി. സർ, ഞാൻ റെഡിയാ.
നീൽ, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇത് നമ്മുടെ ജോലിയായിപ്പോയി. സോ പേഴ്സണലായ ഒരു വിഷയവും സിനിമയെ ബാധിക്കരുത്. വേദ റെഡിയല്ലേ? യെസ് സർ. ആ, നമ്മൾ ഇപ്പൊ എടുക്കാൻ പോകുന്ന ഷോട്ട് ഇതാ. ഓ എന്റെ കർത്താവെ, രക്ഷപ്പെട്ടു. ആ വേദ ഒറ്റ ഒരുത്തിയാ സ്ക്രിപ്റ്റ് തിരുത്തിച്ചത്. എന്തിനാ ഇച്ചായ ഇതൊക്കെ സമ്മതിച്ചു കൊടുത്തത്? നീ ഒന്നും മിണ്ടായിരിക്കും ഡേസി. ഈ പുല്ലൊന്നും തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. നീൽ ഓക്കെ അല്ലേ? സീൻ മനസ്സിലായല്ലോ? ഓക്കെ സർ, നമുക്കൊരു റിഹേഴ്സൽ പോകാം. നീൽ, എന്തിനാ നീൽ എന്നെ ഇങ്ങനെ ശത്രുവായിട്ട് കാണുന്നേ? ഞാൻ നീലിന്റെ പഴയ വേദ തന്നെയാ. എന്നെ അങ്ങനെ തന്നെ കണ്ടൂടെ? വേദ, ദേ പ്ലീസ് എന്നെ ഇനി ഡിസ്റ്റർബ്ഡ് ആക്കരുത്. റെഡി, നോക്കാം. ആ റെഡി സാർ. നീൽ, വേദ റെഡിയല്ലേ? ആ, ഓക്കെ സർ. റോൾ പ്ലീസ്. റോളിംഗ് സാർ. ആക്ഷൻ. എന്ത് തീരുമാനിച്ചു? ജീവിതത്തിലേക്കും മരണത്തിലേക്കും ഇവിടെ നിന്ന് ഒരേ ദൂരമേ ഉള്ളൂ. എന്ത് വേണമെന്ന് ഏട്ടന് തീരുമാനിക്കാം. നിനക്ക് തെറ്റിപ്പോയി. എന്റെ ജീവിതം, ബന്ധങ്ങൾ ഒന്നും ഇനി പഴയപടിയാവില്ല. നിനക്ക് വേറൊരു ജീവിതം കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. ജീവിതം എനിക്ക്? അപ്പോ എന്റെ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ കുഞ്ഞോ? അതിന് ഞാൻ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണോ? വേണ്ട, എന്തും വരട്ടെ. നിന്നെയും കുഞ്ഞിനെയും ഞാൻ സ്വീകരിക്കും. വിട്ടുകൊടുക്കില്ല ആർക്കും. അപ്പോ താലി കെട്ടിയ ഭാര്യ, അവളെ നിങ്ങൾ എന്ത് ചെയ്യും? അറിയില്ല, എനിക്കറിയില്ല ഒന്നും. പക്ഷെ നീയും കുഞ്ഞും എനിക്ക് വേണം. നിങ്ങളെ Cut it. Good shot. സോറി. മാഡം, എന്തായി മഹേഷ്? എല്ലാം നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് മാഡം? നന്നായിട്ടില്ലേ? കൊള്ളാം. നീ ഇപ്പൊ പൊയ്ക്കോ. പിന്നെ ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഇല്ല മാഡം. സ്വാതി, നിന്റെ നെഞ്ചിലൊരു തീക്കുണ്ടം ഇതാ ഞാൻ ഇപ്പൊ എറിഞ്ഞു തരാം. നീ ഇത് കണ്ട് രസിക്ക്. നിനക്ക് എന്തിന്റെ സൂക്കേടാടി? ദേ, വെറുതെ എന്നോട് കളിക്കാൻ വരില്ലേ? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ സ്വാതി? അതെ, നിനക്ക് BP കൂടുതലാണോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാ. വെച്ചിട്ട് പോടി. അയ്യോ, അങ്ങനെ അങ്ങ് കട്ട് ചെയ്തിട്ട് പോവല്ലേ നീ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്റെ ഒരു കാര്യവും കേക്കണ്ട. ദേ, മേലിൽ എന്റെ ഫോണിലേക്ക് ഇനി വിളിക്കരുത്. അയ്യോ, ഞാനൊന്ന് പറയട്ടെ. ആദ്യം നീ നിന്റെ ഫോണിലെ വാട്സാപ്പില് ഞാൻ അയച്ച വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. അതിൽ ഞാനൊരു സമ്മാനം അയച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കാം. പിന്നെ BP കൂടാതെ നോക്കണം കേട്ടോ. നീ ഇപ്പൊ ഒരു ഗർഭിണിയാ, അത് ഓർമ്മ വേണം.